ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ബോർഡറിലുള്ള സുന്ദരമായൊരു താഴ്വാരം. അവിടെ തടികൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുള്ള കുറേയധികം ഗ്രാമങ്ങൾ. ആ സ്ഥലങ്ങൾ പോലെ തന്നെ ഭംഗിയുള്ള ആളുകളും. പക്ഷെ വർഷത്തിൽ 5-6 മാസം ഇവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധവും കാണില്ല. പറഞ്ഞു വരുന്നത് ടൂറിസ്റ്റുകൾ അധികം എത്തിപ്പെട്ടിട്ടില്ലാത്ത കശ്മീരിന്റെ സ്വന്തം ഗുരൈസ് വാലിയെ പറ്റിയാണ്. നാട്ടിൽ നിന്ന് മഞ്ഞ് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരെയും കൊണ്ടുവന്നത്. ഗുൽമർഗ് പോയിട്ടും ആ ഒരു ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ തപ്പി നടന്നപ്പോഴാണ് ഗുരൈസ് വാലിയെ പറ്റിയും അങ്ങോട്ടേക്ക് പോകുന്ന വഴിയായ മഞ്ഞുള്ള റസ്ദാൻ പാസിനെ പറ്റിയും അറിഞ്ഞത്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്കാകാൻ യാത്ര ഞാൻ തീരുമാനിച്ചു. ഇറ്റ്സ് മീ ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും സ്വർഗത്തിലെ സ്വർഗമായ ഗുരൈസ് വാലിയിലേക്ക് സ്വാഗതം. Okay, sir. Thank you. All the best. Thank you so much. Welcome I back. hope to see you again. Sure. Yeah. Bye. Thank you. നമ്മളിതങ്ങനെ ഗുരൈസ് വാലിയിലേക്കുള്ള യാത്ര തുടങ്ങിയേക്കുവാണ്. നമ്മൾ താമസിച്ച ശ്രീനഗറിലെ സിറ്റി ഹിൽ റിസോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഫുൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പൂക്കളും പച്ചപ്പും ഒക്കെ ഉള്ള നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റേ. അപ്പോൾ ഇവിടെ 129 കിലോമീറ്റർ പോകാനുണ്ട്. 5 മണിക്കൂർ അടുത്താണ് യാത്ര കാണിക്കുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം അങ്ങനെ അധികം കേട്ടുകേൾവി ഇല്ലാത്തൊരു സ്ഥലമാണ് ഗുരൈസ് വാലി. കോമൺലി എല്ലാ ടൂറിസ്റ്റുകളും പോകുന്ന ഒരു സ്ഥലമല്ല. ഞാൻ ഇവരെ കൊണ്ട് അവിടെ പോയിട്ട് 2 ദിവസം സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. പോവാം. ശ്രീനഗറിലെ നഗരക്കാഴ്ചകളിൽ നിന്നും ദാൽ ലേക്കിന്റെ അരികിലൂടെ ആ തണുത്ത രാവിലെ ഞങ്ങൾ യാത്ര തുടങ്ങി. വലിയ റോഡുകളെല്ലാം പതിയെ അപ്രത്യക്ഷമായി. പച്ചപ്പ് നിറഞ്ഞ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെയുള്ള കാശ്മീരിന്റെ വേറൊരു കാഴ്ചകളിലേക്ക് നമ്മൾ കയറി. ഒരു പക്ക ഗ്രാമം വൈബ്. അങ്ങനെ പോകുന്ന സമയത്താണ് ലെഫ്റ്റ് സൈഡിൽ കണ്ണാടി പോലെ കിടക്കുന്ന ബുളാർ ലേക്ക് കണ്ടത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണിത്. മഞ്ഞ് കാണണമെന്ന ആഗ്രഹം ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത് കൊണ്ട് അവിടെ ഇറങ്ങി സമയം കളഞ്ഞില്ല. നേരെ ബന്ദിപ്പോറയിലേക്ക് വെച്ചു പിടിച്ച് നമ്മളങ്ങനെ ശ്രീനഗറിൽ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ ഒരു ബന്ദിപ്പോറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. ഇത് കിഷൻ ഗംഗ റിവറാണ് ഈ ഒഴുകുന്നത്. അപ്പം നമ്മൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ഉള്ളതല്ലേ, ബിസ്ക്കറ്റ്, അങ്ങനത്തെ ബ്രെഡ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഗുരൈസ് വാലിയിൽ എത്തി. ഇനിയാണ് റസ്ദാൻ പാസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫുൾ മഞ്ഞാന്നൊക്കെയാണ് ഇവിടെ നടന്നത്. പിള്ളേരെ മഞ്ഞ് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്കുള്ള പരിപാടി തുടങ്ങുകയാണ്. ഈ ബന്ദിപ്പോറ കഴിഞ്ഞ ഉടനെ കയറ്റം തുടങ്ങുവേ. അതായത് റസ്ദാൻ പാസിലേക്കാണ് നമ്മൾ കയറുന്നത്. കശ്മീർ വാലിയെയും ഗുരൈസ് വാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാസ് ആണ് റസ്ദാൻ പാസ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിൽക്ക് റൂട്ടുമായിട്ട് ബന്ധമുള്ള ഒരു കച്ചവട പാത കൂടിയായിരുന്നു ഇത്. ഈ വഴിയിലൂടെയാണ് കാശ്മീരിൽ നിന്ന് ഇന്നത്തെ പാകിസ്ഥാനിലെ ഗിൽഗിറ്റിലേക്കും സ്കാർദുവിലേക്കും ഒക്കെ കച്ചവടത്തിനായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അധികാരത്തിന് വേണ്ടിയും മതത്തിന് വേണ്ടിയും ഒക്കെയുള്ള ഭിന്നിപ്പുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വഴികളൊക്കെ ഇതിലും സുന്ദരവും സമാധാനപരമായിരുന്നേനെ. കുറച്ചങ്ങ് കയറി കഴിയുമ്പോൾ ദേവദാരു മരങ്ങൾക്കിടയിലൂടെ അങ്ങ് ദൂരെ മഞ്ഞുമലകൾ കാണുവാൻ സാധിച്ചു. നല്ല ഭംഗിയുള്ള പടം വരച്ചു വെച്ചിരിക്കുന്ന പോലുള്ള ലാൻഡ്സ്കേപ്പ്. മഞ്ഞുമല കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു ചിരിയൊക്കെ പടർന്നേ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് മഞ്ഞുമല കാണുന്നതും കാണിക്കുന്നതും ഒരു വികാരം തന്നെയാണ്. നമ്മൾ റസ്ദാൻ പാസിന്റെ അടുത്തെത്താറായി. 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്നോ പീക്ക്ഡ് മൗണ്ടൻസ് നല്ല രീതിയിൽ കാണാൻ പറ്റും. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പൊ മഞ്ഞിലിറക്കി ഒന്ന് കുളിപ്പിക്കണം. എടാ ഐസ് അറിഞ്ഞു. എടാ കുഞ്ഞിത് ഐസ്. ഐസ് വാരിയിട്ട് വരാവേ. താഴെ പോയാൽ പിടിച്ചോളൂ. അവിടെ ഇങ്ങോട്ട് പോയി നൈസ് പോയിട്ട് ചുരിദാറൊക്കെ ഇട്ടാ വന്നേക്കുന്ന ആള്. നല്ല ഐസ് വരപ്പാ. ഹലോ, എല്ലാം നടക്കുവോ? നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വയസ്സാങ്കാലത്തെ കുത്തി കേറി വാ. അയ്യോ എന്തേ പെങ്ങളെ, ആ കുഞ്ഞിനെ കൂടെ കൊണ്ട് കളയാലോ നീ. അളിയ വാളെ എവിടെ എന്തൊക്കെയോ മോണോ എന്റെ മോണോ 5 മോണോ തമിഴ് പണി നോക്കാം. അളിയ വാളിയാ പോയി ഇരിക്കരുത് പാഞ്ഞു തന്നെ.
നമ്മൾ എങ്ങനെ 11,700 ഫീറ്റ് ഉയരത്തിലുള്ള റസ്ദാൻ പാസിലെത്തിയിരിക്കുകയാണ്. എന്നു വരാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഈ ഫസ്റ്റ് ടൈം മഞ്ഞ് കാണുമ്പോൾ ഒരു സാധനമുണ്ട്, അനുഭവിച്ചവർക്കറിയാം, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം മഞ്ഞ് ഞാൻ ഫസ്റ്റ് സിക്കിം പോയപ്പോഴാണ് കണ്ടു. ഞാൻ കണ്ണൊക്കെ നിറഞ്ഞെന്റെ. ചെറുപ്പം തൊട്ട് ഇങ്ങനെ ടി വിയിലും അവിടെ ഒക്കെ കണ്ട സാധനമല്ലേ, അതൊക്കെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് അനുഭവിക്കണം. ഇത് ടേസ്റ്റ് ഉണ്ടോ ഐസിന്? ഇതെന്താ നോക്കിയേ. എടാ ഇതാരിക്കണം മോഡലോ. ഹാപ്പിയാണോ? മഞ്ഞുണ്ടല്ലോ അങ്ങനെ പിടിച്ചോ. ഇനി വീഴല്ലോ, ഇനി പൊക്കാൻ വയ്യാട്ടോ. എങ്ങനെയുണ്ട് മഞ്ഞ് കണ്ടിട്ട്? നമ്മളങ്ങനെ മഞ്ഞില് കുറെ കുത്തി മറിഞ്ഞിട്ട് വണ്ടി കയറാൻ വേണ്ടി പോയപ്പോ ചെറിയൊരു സ്നോഫോൾ. ഇത് കുഞ്ഞിത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ചെറുത്. എന്റെ അളിയനാട്ടോ, ഒരേ ഒരു അളിയൻ റിയാസ്. കണ്ടിട്ടില്ലല്ലോ, ഇഷ്ടപ്പെട്ട് തിരിച്ചു നിർത്താൻ പറ്റൂല. കണ്ടോ സ്നോ വീഴുന്നുണ്ടോ? അളിയൻ ആദ്യമായിട്ടില്ല മഞ്ഞ് കാണുന്നത്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അങ്ങനെ ആ ഒരു ആഗ്രഹവും സാധിച്ചു. മഞ്ഞ് കണ്ടു, കൈകൊണ്ട് തൊടുകയും ചെയ്തു. എല്ലാവരും ഹാപ്പി. അപ്പന് കടയിൽ വരുന്നവരോട് പറയാൻ ഒരു വിശേഷം കൂടെ ആയിട്ടുണ്ട്. റസ്ദാൻ പാസിലൂടെ ഗുരേസ് വാലിയുടെ സുന്ദരമായ കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങി. വിന്ററിൽ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു കിടക്കുന്ന വഴിയാണിത്. അതായത് ഏകദേശം 6 മാസം 2 സൈഡിലും കംപ്ലീറ്റ് ആയിട്ട് മഞ്ഞു മലകൾ തന്നെയാണ്. അതിൻ്റെ ഇടയിലൂടെ ദേവദാരു മരങ്ങളും ഉണ്ട്. കണ്ടിട്ട് അത്ര റിസ്ക്കുള്ളതായിട്ട് തോന്നുന്നില്ല, എങ്കിലും ആദ്യം കാണുന്നവരിൽ ചെറിയൊരു പേടി ഉണ്ടാക്കും. നമ്മളങ്ങനെ റാസ്ദാൻ പാസ് ഒക്കെ ഇറങ്ങി മഞ്ഞിലൊക്കെ കളിച്ച് താഴെ വന്നപ്പോൾ പുഴയൊക്കെ ഒഴുകുന്നുണ്ട്, ഒരു പാലമുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നല്ല മരങ്ങളിങ്ങനെ നല്ല കളറിൽ നിൽപ്പുണ്ട്. കിട്ടിലൻ സ്ഥലം എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ഭയങ്കര ഒരു വെറൈറ്റി ലുക്ക്, വേറൊരു മൂഡ്. നമ്മൾ ആ സ്പിതി പോയപ്പോൾ ഒരു മൂഡല്ല, ഇത് വേറൊരു മൂഡ്. കിടിലനാട്ടോ. ഞാൻ ബാക്കി കാണിച്ചത് എത്തിയിട്ടില്ല, 1 മണിക്കൂറുടെ യാത്രയുണ്ട്. റസ്ദാൻ പാസ് ഇറങ്ങി താഴെ വന്നു കഴിയുമ്പോൾ കാഴ്ചയുടെ സൗന്ദര്യം ഒന്ന് കൂടും. സമ്മർ ടൈം ആയതുകൊണ്ട് മൊത്തത്തിലൊരു പച്ചപ്പാണ്. പിന്നെ വരുന്ന വഴിക്ക് 3-4 ചെക്ക് പോസ്റ്റുകളുണ്ട്. അവിടെ നമ്മൾ ആധാർ കാർഡൊക്കെ കാണിച്ച് പാസ്സൊക്കെ എടുക്കണം. എന്താന്ന് വെച്ചാൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഒക്കെ അടുത്തെത്തിയല്ലോ. പോകുന്ന വഴിക്ക് നമ്മൾ സൈഡിൽ കാണുന്നത് കിഷൻ ഗംഗ റിവറാണ്. അതിൻ്റെ അരികിലൂടെ പോയി ഒരു പാലം എല്ലാം കയറി അത്യാവശ്യം വലിയൊരു ഗ്രാമം അല്ലെങ്കിൽ ചെറിയൊരു സിറ്റിയിലെത്തും. പഴയ രീതിയിലുള്ള ബിൽഡിങ്സ് ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു സിറ്റി. അവിടുന്ന് കുറച്ചു ദൂരം സഞ്ചരിച്ച് ഗുരേസ് വാലിയിലെ ദാവർ എന്ന സ്ഥലത്ത് നമ്മൾ എത്തും. അവിടെയാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ ഒക്കെ സെറ്റാക്കിയിരിക്കുന്നത്. ബീബി, വെൽക്കം ടു ഗുരേസ് വാലി. സൂപ്പറല്ലേ ഇത്? ഗുരേസ് വാലി എത്തി. ഈ 3 കോട്ടയിലാണ് നമ്മൾ ഇന്നും നാളെ കിടക്കാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ, ഇത് എന്തോ വേറെ ഏതൊരു മായാലോകോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്സൈറ്റ്മെന്റിന്റെ കൊടുമുടി എന്നൊന്നും പറഞ്ഞാൽ അത് കുറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ സാധനം ഞാൻ കാണിച്ചോട്ടെ. ഇപ്പൊ സമയം 7:17. ഇരുട്ടിയിട്ടില്ല, വേണ്ട സ്റ്റില്ല് നമ്മുടെ നാട്ടിലൊരു 5:30-6 മണിയുടെ പരുവത്തിൽ നിൽക്കുക. കിട്ടില്ല ലൊക്കേഷൻ കേട്ടോ, ഒന്നും പറയാനില്ല. ഐ ആം സോ എക്സൈറ്റഡ്. അപ്പുറത്തെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. കിഷൻ ഗംഗ നദിയുടെ തീരത്തെ വലിയൊരു പുൽമൈതാനം. ഈവനിങ് ടൈമിലൊക്കെ ഇവിടെ പല ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ വരും. കളിയും ചിരിയും വഴക്കും ഒക്കെ ആയിട്ട്. പിള്ളേർ പോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവന്മാർ കളിക്കുമല്ലോ കേട്ടോ. കുറേ പേർക്ക് നല്ല പൂക്കുറ്റി ഇടിയായിരുന്നു അവിടെ. ഇടിയെന്ന് പറഞ്ഞാൽ മുഖത്തിനൊക്കെ നമുക്ക് പോയി പിടിച്ച് മാറ്റാനും പറ്റുമോ? അപ്പോൾ അവിടെ വലിയവർ വന്നിട്ട് പിടിച്ചൊക്കെ മാറ്റി. ഭയങ്കര ഇടി കിടക്കുന്നുണ്ട്. നോക്കട്ടെ, എന്തായാലും നാളെ ഫുൾ നമ്മളുണ്ട്. നിങ്ങളെ ഞാനിത് കാണിച്ച് കൊതിപ്പിക്കും. ഗൂരസിൽ നിങ്ങളെ കൊണ്ടുവരും ഞാൻ.
നമ്മളങ്ങനെ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങി. ഞങ്ങൾ ബാക്കി ആർക്കും അത്ര രീതി ഉറങ്ങാൻ പറ്റിയില്ല, തണുപ്പ് പറ്റാനുണ്ട്. പിന്നെ രാത്രി കറണ്ട് ഇല്ലായിരുന്നു, അങ്ങനത്തെ കുറച്ച് സീനൊക്കെ കിട്ടി. അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് അവിടെ ഹബാക്കാത്തും കാണാം കേട്ടോ, ബാക്കിൽ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാൻ വന്നിട്ട്. നമ്മളിവിടെ തുലേൽ വാലി എന്ന് പറഞ്ഞിട്ട് വേറൊരു വാലിയുണ്ട്. ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ്, അതായത് ഗൂരസ് വാലിയിലെ ലാസ്റ്റ് വില്ലേജ്, ഗൂരസ് വാലിയിലല്ല തുലേൽ വാലിയിലെ ലാസ്റ്റ് വില്ലേജ് ഉണ്ട്, ഗൂരസ് വാലിയിലെ ലാസ്റ്റ് വില്ലേജ് ഉണ്ട്, അതിനപ്പുറം പാകിസ്ഥാനാണ്. അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ തുലേൽ വാലിയിലെ ലാസ്റ്റ് വില്ലേജ് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു 60 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടാണ് വണ്ടി സെറ്റാക്കിയത്. നമ്മുടെ വണ്ടി ഇവിടം വരെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം തുലേൽ വാലിയിലേക്ക് പോവാണ്. ഗുരേസ് വാലിയുടെ മനോഹരമായ കാഴ്ചകൾ പിന്നിലാക്കി തുലേൽ വാലിയിലേക്ക് നമ്മൾ കയറി. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, കാതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കിഷൻ ഗംഗ നദിയുടെ സൗണ്ടും കേൾക്കാം. ഗുരേസ് വാലിയിൽ പിന്നെയും കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ തുലേൽ വാലിയിൽ പുറത്തുനിന്നുള്ളവർ അധികമൊന്നും എത്തിയിട്ടില്ലാത്തതിൻ്റെ ഒരു ഫ്രഷ്നെസ് അവിടെയുണ്ട്. പോകുന്ന വഴിയുടെ കാഴ്ചയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തടികൾ കൊണ്ട് നിർമ്മിച്ച വീടുകളും, അതും എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന വീടുകൾ. അതുകൊണ്ട് മൊത്തത്തിൽ കാണാനായിട്ട് നല്ല വൃത്തിയും ഒരു അടുക്കും മെനയൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഇവിടെ കുറേ ചെക്ക് പോസ്റ്റുകളുണ്ട്. അത് കാണിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുമില്ല. എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട്? विलेज का नाम क्या है? बरनाई विलेज। कितने लोग हैं इधर? 100-150 होंगे। 150। आपका नाम भैया? शहजाद अहमद। शहजाद अहमद। കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഗ്രാമത്തിലങ്ങ് നിർത്തി. കുറേ സ്കൂൾ കുട്ടികളും ആളുകളും ഒക്കെ ഉള്ളൊരു ഗ്രാമം. നമ്മൾ ഇടയ്ക്ക് വെച്ച് മേടിച്ച സ്വീറ്റ്സ് ഒക്കെ ആ കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ. नाम क्या है आपका? आतिल। बसा। അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഭാരത സമൂഹത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. അവരുടെ ഭാഷയും സംസ്കാരവും ജീവിത രീതികളും ഒക്കെ വ്യത്യസ്തമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ സ്ലോ ആണ് കാര്യങ്ങൾ. ആളുകളും അവരുടെ ജീവിതവും ഒക്കെ. എന്തിന്, പ്രകൃതി വരെ സ്ലോ ആണ്. ഈ റോഡിലൂടെ നമുക്ക് ഏകദേശം ഒരു 40 കിലോമീറ്റർ വരെ പോകാൻ പറ്റുമെന്നാണ് കേട്ടത്. നിർത്തി കണ്ട് കണ്ട് ആസ്വദിച്ച് പോകാനാണെങ്കിൽ ദിവസങ്ങൾ കുറേ വേണ്ടി വരും. കാശ്മീരി കറങ്ങുവാണ് ദിന്ദ്രു. नाम क्या है? അക്കീബ്. നമ്മൾ ഈ വരുന്ന വഴിക്കൊന്നും നിർത്താതെ പോകാൻ പറ്റിയല്ലോ കേട്ടോ. എന്നാ ലാൻഡ്സ്കേപ്പ്. അതിൻ്റെ ഇടയ്ക്ക് വീടുകൾ ഇരിക്കുന്നു, വെള്ളച്ചാട്ടമല്ല, ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ട്രീമുകളില്ലേ. ഓ, ശരിക്കും സ്വർഗം എന്നൊക്കെ പറഞ്ഞാണല്ലോ. ഭയങ്കര ഭംഗിയുള്ള ശരിക്കും കാശ്മീരിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഐറ്റംസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ കാശ്മീരിലെ നമ്മുടെ ഒരു കോമൺ സ്ഥലങ്ങളുണ്ടല്ലോ, അതൊക്കെ വിട്ട് പുറത്ത് നടന്നാൽ വരും. ഞാൻ ഒന്നുകൂടെ എന്തായാലും വരും. നമുക്കൊരു ബൈക്ക് റൈഡ് അടിക്കണം ഇങ്ങോട്ട്. ശരിക്കും എനിക്ക് എൻ്റെ വണ്ടി ഇവിടെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. നിനച്ചോടി വണ്ടിയിലോട്ടും കയറാൻ തോന്നുന്നില്ല. എന്ത് ഭംഗിയല്ലേ. आपका गाँव बहुत सुंदर है। सुंदर नहीं, बहुत सुंदर है। वो गाँव का नाम क्या है? इसका बोडो गाँव। बोडो गाँव। ओ ओके। हाय उड़ते हाय സ്ഥലം എങ്ങനെയുണ്ട് പറ? സ്വർഗമല്ലേ? കാണാൻ പറ്റും. വഴി മാത്രമേ എനിക്ക് പേടി. വഴിയിലേ ഉള്ളൂ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. പറഞ്ഞ പയ്യൻ ഓടിച്ചാൽ സൂപ്പറല്ലേ, നല്ല ആൾക്കാരല്ലേ. അതാണ് ഞാൻ ഈ വണ്ടി എടുത്ത് ഇറങ്ങുന്നത്, മനസ്സിലായോ? അല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ സിറ്റി കിടന്ന് കറങ്ങുന്നു. 50 രൂപ എടുത്തോ? നമുക്ക് തുറവായ അറിയാം. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടാ അറിയാം. അതുകൊണ്ടാ കൊടുക്കുന്ന അറിയോ? 100 രൂപയ്ക്കൊക്കെ തെണ്ടിട്ടുണ്ട്. അല്ല പറയാ, അതുകൊണ്ട് നമ്മുടെ മനസ്സങ്ങനെ പോയെ. മനസ്സങ്ങനെ എല്ലാവരും വെച്ച് ആകാനാളും കൊടുക്കും. തമ്പി കീഴെ ഇറങ്ങ, തമ്പി കീഴെ. ഓ नहीं बहुत रिस्क है. कम नहीं ഇതൊക്കെയാണ് ചെയ് സ്വർഗം. സ്വർഗം കണ്ടില്ലേ നീ? ആ കാണുന്നുണ്ടല്ലോ, ഞാൻ അടുത്തൊരു വീടാണ്. ശരിക്കും വീടല്ല, എന്നറിയോ? ആട്ടയാട്ടത്തില്ല, വെള്ളം കൊണ്ട് ആട്ടയാട്ടം കാണിച്ചില്ല. ഓ എൻ്റെ ഒപ്പം എന്നാ ലാൻഡ്സ്കേപ്പ് പോയത്. ഒരു ഞാൻ ഈ മറ്റേ ഹെൽമെറ്റിന്റെ അകത്ത് വന്ന് കാർന്നൊക്കെ ഇപ്പം മനസ്സിലായി നിനക്കോ?
चक्की है चक्की ചക്കി. चक्की ഇതിന്റെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ മേളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒരു മരത്തിന്റെ പകുതി അകം പൊള്ളയായിട്ടുള്ളതിൽ കൂടി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് വന്നിട്ട് താഴെ ഇവരുടെ ഒരു മറ്റേ ഫാൻ പോലത്തെ സാധനമുണ്ട്, അത് കറക്കുന്നു. അതാണ് എന്നിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ ഒരു മെഷീനിൽ നിന്ന് ഇങ്ങനെ ഗോതമ്പ് ഇട്ട് കൊടുക്കും. അതിങ്ങനെ താഴെ അരകല്ല് പോലത്തെ സാധനമല്ലേ, അതിങ്ങനെ വീണ് പൊടിഞ്ഞാണ് പൊടിയായിട്ട് കിട്ടുന്നത്. ആട്ടുംതോലിട്ട് ചെന്നായി കണ്ടിട്ടുണ്ടോ? അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ട് അവരോട് യാത്ര പറഞ്ഞ് മുന്നോട്ടേക്ക് വീണ്ടും പോയി. ഹൈ സെക്യൂരിറ്റി ഏരിയ ആയതുകൊണ്ട് വരുന്നവർക്ക് ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാനായിട്ട്. പിന്നെ ഇവിടെ ഫുൾ ആർമി ക്യാമ്പുകളുണ്ട്. മലകളുടെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ആർമിയുടെ സെറ്റപ്പാണ്. ടൂറിസ്റ്റുകൾ അത് എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണെന്ന് ഈസി ആയിട്ട് അവിടുത്തെ ഒരു സെറ്റപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു ചായക്കട പോലും കിട്ടാൻ പാടാണ്. हेलो नाम क्या है? ये ना सुनती है ना बोलती है, नहीं सुन भी नहीं सकती ना बोल भी नहीं सकती है। केरला केरला दीदी के साथ फोटो ले जाओ, दीदी के साथ फोटो। नाम क्या है आपका? इंशा. 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 लेकिन ये वाला गर्मी है. ये गर्मी का मकान है, हाँ। आपके सामने जो है हाँ. इसमें गर्मी में बैठ सकते हैं आराम से, और ये है आप ठंडियों में बैठ सकते हैं क्योंकि 4-5 फीट बर्फ होता है। 4-5 फीट. हाँ, ज़्यादा भी होता है, कभी कभार ज़्यादा हो जाती है। वो रास्ता पूरा बंद है ना? बिल्कुल ये 4-5 महीने के लिए बिल्कुल बंद हो जाता है। बिल्कुल हम अंदर ही रहते हैं, रोड बिल्कुल क्लियर बंद होता है। अभी इसको इसके बाद ड्राई करेंगे, सुखाएंगे, हाँ. फिर ये विंटर में खाते हैं, अभी नहीं खाते हैं, अभी विंटर में खाते हैं। സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുന്ന പോലെ ഇവർക്ക് വിൻ്ററിൽ താമസിക്കാൻ വേണ്ടി ഒരു വീട് അങ്ങനെയാണ്. സമ്മറിൽ എല്ലാവർക്കും അങ്ങനെ 2 വീട് കാണുകയില്ല. ഇപ്പോൾ കണ്ടു ഈ ബാക്കിൽ മറ്റേ ഹൈറ്റുള്ള സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ അത് വിൻ്ററിൽ ഇവിടെ 4 to 5 ഫീറ്റ് വരെ സ്നോ വരുമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴേ വിൻ്ററിന് വേണ്ടിയിട്ടുള്ള കരുതലുകൾ തുടങ്ങും. അപ്പം എന്താണ് ഇപ്പം നമ്മൾ സാധനം കണ്ടു, ഒരു എന്തോ ഒരു സബ്ജി പോലത്തെ സാധനം, അതിങ്ങനെ പുഴുങ്ങിട്ട് ഉണക്കി സൂക്ഷിച്ച് വെക്കും. താങ്ക് യു. നമ്മളങ്ങനെ വന്ന് തുലയിൽ വാലിയിൽ കൂടെ ഇങ്ങനെ വന്ന ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തും. ലാസ്റ്റ് അതാണ് എൻഡിങ്. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അവിടുന്ന് കാർഗിലിന് 130 കിലോമീറ്റർ, ദ്രാസ് 69 കിലോമീറ്റർ ഉള്ളൂ. നമ്മുടെ ലേലഡാക്കൊക്കെ പോകുന്ന സെറ്റപ്പില്ലേ, അത്രേ ഉള്ളൂ. അടുത്താണ്, പക്ഷേ അങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഗ്രാമം കാണാം ഇവിടെ. അതായിരിക്കും ലാസ്റ്റ് വില്ലേജ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാര്യം ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, വേറെ വില്ലേജസ് കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും കിട്ടില്ല ലാൻഡ്സ്കേപ്പ് കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മൾ ആ റോഡിലൂടെ അങ്ങനെ സുന്ദരമായ കുറേ ഗാവുകൾ, അതായത് ഗ്രാമങ്ങളൊക്കെ കണ്ട്, ഗ്രാമങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. തടി കൊണ്ടുള്ള വീടുകളും ഭയങ്കര ആളുകൾ അതിലേക്കൂടെ ഒക്കെ നടക്കുന്നു, വർത്തമാനം പറഞ്ഞ് നടക്കുന്നു, കൂട്ടമായിട്ട് നടക്കുന്നു. കാര്യം ഇവർക്ക് വേറെ കാര്യങ്ങളോ വേറെ ടെൻഷനൊന്നും ഇല്ല. ഇവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ വിൻ്റർ വരുമ്പോൾ എങ്ങനെ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ബോർഡർ ഏരിയ ആയതുകൊണ്ട് മിലിറ്ററിയുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസും, അതാണ് ഇവരുടെ ആകെയുള്ളൊരു ടെൻഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നോക്കി എല്ലാവരും ഭയങ്കര കൂട്ടമായിട്ടിരുന്ന് വർത്തമാനങ്ങൾ പറയുന്നു, ഒരുമിച്ച് നടക്കുന്നു, കളിക്കുന്നു. ഭയങ്കര ഒരു റിലാക്സ്ഡ് വൈബിലാണ് ഇവർ പോകുന്നത്. കാര്യം ജീവിതത്തിൽ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇവർക്ക്. മത്സരങ്ങളില്ലല്ലോ, ഷോപ്പിംഗ് മാളുകളില്ല, സിറ്റി ട്രാഫിക് ഇല്ല, ഒന്നുമില്ല. ഒന്ന് ഓർത്തേക്ക്, ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടൊരു ലൈഫാണ്. പിന്നെ ആളുകളെ മേയ്ക്കുന്ന ആളുകളും ഭയങ്കര പീസ്ഫുൾ ആയിട്ടൊരു യാത്രയാണ്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് പോലിരിക്കും കേട്ടോ. നമ്മളൊരു ബൈക്കിനൊക്കെ വരുന്നെങ്കിൽ ഇതൊരു 1.5 ട്രിപ്പ് തന്നെ ആവും. നമുക്കൊരു ബൈക്ക് ട്രിപ്പ് ഇല്ല അടിക്കണം. ബൈക്ക് ഞാൻ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പോയി കുറച്ച് മോശം വഴികളിലൂടെ ഒക്കെ കയറി കുറച്ച് വാട്ടർ ക്രോസിംഗ് ഒക്കെ ചെയ്ത് ഒരു ചെക്ക് പോസ്റ്റ് എത്തും. ആ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. അവിടുന്ന് കാർഗിലും ബാക്കി സ്ഥലങ്ങളൊക്കെ അടുത്താണ്. കാർഗിലും പിന്നെ നമ്മുടെ വേറെ ഉണ്ടല്ലോ ദ്രാസ്, ഇതൊക്കെ നിസ്സാര ദൂരമേ ഉള്ളൂ. അതായത് നമുക്ക് ലഡാക്കിലോട്ട് കയറാനായിട്ട് ഇവിടുന്ന് എളുപ്പമാണ്, പക്ഷേ അതിലെ കയറ്റി വിടില്ല. അപ്പോൾ ആർമി അവിടെ നമുക്ക് ബ്ലോക്ക് ചെയ്തു, തിരിച്ചു പോകാൻ പറഞ്ഞു.
അങ്ങനെ കുറേ ഗ്രാമങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് കണ്ട ഒരെണ്ണം ലാസ്റ്റ് വില്ലേജായിട്ട് അസ്യൂം ചെയ്യാം കേട്ടോ. ചക്വാലി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമാണ് നമ്മൾ കണ്ടത് ലാസ്റ്റ്. പിന്നെ അവിടെ നമ്മൾ തിരിച്ച് സ്റ്റേയിലെത്തിയിട്ട് ആ സ്റ്റേയുടെ പുറകിൽ മറ്റേ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ടല്ലോ, അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പം സമ്മർ ആയതുകൊണ്ട് ഇവിടെ സൺസെറ്റ് 7:15 7:00 അപ്പോൾ പിള്ളേരെല്ലാം കൂടെ കൂടിയിരുന്ന് കളിക്കുന്നു, ആൾക്കാർ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് നമ്മൾ അവരുടെ ഇടയ്ക്കോട്ടങ്ങ് ഇറങ്ങി അവരൊക്കെ ആയിട്ട് പറ്റുന്ന ഭാഷയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഫാമിലി എല്ലാവരും എന്തൊക്കെയോ ആംഗ്യമൊക്കെ കാണിച്ചിട്ട് ഇൻട്രാക്റ്റ് ഒക്കെ ചെയ്തു. കാര്യം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ജീവിതത്തിൽ പല തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനത്തെ യാത്രകൾ. കാര്യം ഭയങ്കര ലക്ഷറിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഒത്തിരി മാറ്റങ്ങളുണ്ടാവും, നമുക്ക് ചിന്തകളെ മാറും. അപ്പോൾ അങ്ങനെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് അവരുടെ ഇടയ്ക്ക് ഇറങ്ങി അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ആടുകൾ മേയുന്നു, കുട്ടികൾ കളിക്കുന്നു, എല്ലാം ഒരു ഭയങ്കര പേടിക്കണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളെ ഇറക്കി വിട്ടാലും ഇവിടെ നിന്ന് ആരും പിടിച്ചുകൊണ്ട് പോകാനോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര പീസ്ഫുള്ളാണ്, വലിയ ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ആളുകളെയൊക്കെ കാണാൻ ഈ സ്ഥലങ്ങൾ പോലെ തന്നെ ഭയങ്കര ഭംഗിയാണ്. കുട്ടികളുടെയൊക്കെ മുഖത്തോട്ട് നോക്കി കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ഗുറേസ് വാലിയിലെ പരിപാടി ഇവിടെ തീരുകയാണ്. പക്ഷേ ഗുരേസ് വാലിയിൽ ഒരു കാര്യം പറയാതെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പറയാതെ ഈ വീഡിയോ അവസാനിക്കാൻ പറ്റില്ല. അതായത് ഗുരേസ് വാലിയിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പിരമിഡ് പോലത്തെ ഒരു മല കാണാം. ആ മലയ്ക്ക് പിന്നെ ഒരു കഥയുണ്ട്. കഥയെന്ന് പറഞ്ഞാൽ ഒരു വിരഹ കഥയാണ്. അത് കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാമേ. My name is राहिला तारिक. मैं गुरेज़ में रहती हूँ और गुरेज़ की गांव भी बहुत अच्छी है और गुरेज़ जगह भी बहुत अच्छी है. हमारे दाहिने साइड पे एक रिवर है, उसका नाम है कृष्ण गंगा, और वहाँ पे एक पहाड़ है जिसका नाम है हबा खातून पहाड़. वेलकम टू केरला. ए गुलजार है? Yes. ए गुलजार है? 2 गुलजार. ओके ठीक है भाई, थैंक यू सो मच. सी यू. इंशाल्लाह. चलो. It was nice experience here. Nice to meet you. Nice to meet you, sir. Welcome again. Go on. ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ അല്ലെങ്കിൽ മനസ്സിൽ തൊട്ട മറ്റൊരു സ്ഥലം കൂടെ കിട്ടി, ഗുരേസ് വാലി. കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് ആ ബ്യൂട്ടിഫുൾ വാലിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു. പോകുന്ന വഴിക്ക് വീണ്ടും നമ്മൾ റസ്ദാൻ പാസിൽ നിർത്തി. മഞ്ഞുമലയുടെ കാഴ്ചകൾ ഒന്നുകൂടെ ആസ്വദിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു. വന്നപ്പോൾ കണ്ടതിനേക്കാൾ മാറ്റം ഉണ്ടായിരുന്നു ആ സ്ഥലത്തിന്. മഴമേഘങ്ങളും ചാറ്റൽ മഴയും ഒക്കെ ഉള്ളതുകൊണ്ടാകാം, അതല്ലെങ്കിൽ അവരൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ വീണ്ടും കൺമുന്നിൽ കണ്ടതുകൊണ്ടോ ആകാം. എനിക്കുറപ്പാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെയൊക്കെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഞങ്ങൾക്ക് 3 നേരം വയറ് നിറച്ച് ഭക്ഷണം നൽകണം എന്നത് മാത്രമായിരുന്നു അവരുടെ സ്വപ്നം. അതിനു മുകളിലുള്ളതൊക്കെ അവർക്ക് ആർഭാടങ്ങളായിരുന്നു. ഒരു മകനെന്ന നിലയിൽ ഇവരുടെ ഈ ചിരി, ഈ സന്തോഷം, അതിലും വലിയ നേട്ടമൊന്നും എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വിജയിച്ചു എന്ന് മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയാവോ? നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണിൽ അഭിമാനവും സന്തോഷവും ഒരുമിച്ച് കാണുന്ന നിമിഷത്തിലാണ്. ഇനി മുമ്പ് പറയാൻ ബാക്കി വെച്ച ആ വിരഹത്തിൻ്റെ കഥ കൂടി പറയാം. ഗുരേസ് വാലിയിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഈ ബാക്കിൽ കാണുന്ന പോലത്തെ പിരമിഡായിട്ടുള്ളൊരു മല കാണാൻ പറ്റും. ആ മലയുടെ പുറകിൽ വലിയൊരു കഥയുണ്ട്, ആ മലയ്ക്കൊരു പേരുമുണ്ട്, ആ പേരിൽ ഒരു വേദനയുണ്ട്, ഒരു വിരഹത്തിൻ്റെ ഒരു വേദനയുണ്ട്. അതായത് 16-ാം നൂറ്റാണ്ടിൽ നമ്മൾ പെൽഗാമൊക്കെ പോകുന്ന വഴിക്ക് പാമ്പോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സുന്ദരിയായ യുവതി ജനിച്ചു. സൂൺ എന്നാണ് അവൾക്ക് മാതാപിതാക്കളുടെ പേര്, അതായത് മൂൺ. സൂൺ വളർന്നു വലുതായി സുന്ദരിയായി മാറി. സൂണിന് കാശ്മീരിലെ മറ്റ് സ്ത്രീകളെ അല്ലെങ്കിൽ യുവതികളെ അപേക്ഷിച്ച് കുറച്ചധികം കഴിവുകളുണ്ടായിരുന്നു. സൂൺ നല്ലപോലെ എഴുതുമായിരുന്നു, പാട്ടുകൾ എഴുതുമായിരുന്നു, ഒളിച്ചും പാത്തും ഈ ലിറ്ററേച്ചറൊക്കെ കുറേ പഠിച്ച് അങ്ങനത്തെ കുറച്ച് കഴിവുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു യങ് ലേഡിയായിരുന്നു സൂൺ. ഈ കാശ്മീരിൻ്റെ വാലിയിലും പുഴകളിലും മൗണ്ടൻസിലും ഒക്കെ സൂണിൻ്റെ പാട്ടുകൾ ഇങ്ങനെ അലയടിച്ച് നടന്നിരുന്നു. അപ്പം നാട്ടുകാരും അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ചിലരിലൊക്കെ ഒരു ടെൻഷനും ഉളവാക്കി. അങ്ങനെ സൂണിനൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൽ ഭയങ്കര പരാജയമായിപ്പോയി ആ ഒരു ദാമ്പത്യ ജീവിതം. അങ്ങനെ ആ ഒരു വിവാഹ ബന്ധത്തിൽ നിന്നൊക്കെ വേർപെട്ട് തനിയെ ജീവിക്കാനൊക്കെ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി, കവിതകൾ കുറേ എഴുതി, പാട്ടുകൾ കുറേ പാടി. അതിൻ്റെ ഇടയ്ക്ക് സൂണിന് മറ്റൊരു പേരും കിട്ടി കേട്ടോ, ഹബ്ബ ഖാത്തൂൺ. അതിൻ്റെ കഥ പറഞ്ഞുതരാം. അങ്ങനെ ഇരിക്കുകയാണ് കാശ്മീരിലെ ലാസ്റ്റ് ഭരണാധികാരിയായിരുന്ന യൂസഫ് ഷാ ചാക്ക് നമ്മുടെ സൂണിൻ്റെ പാട്ട് കേൾക്കുകയും സൂണിനെ പരിചയപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുകയും കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു. പാട്ടുകളൊക്കെ നിറഞ്ഞ ദാമ്പത്യ ജീവിതം കളർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവരുടെ ഇടയ്ക്ക് വില്ലനായിട്ട് അന്നത്തെ മുഗൾ ചക്രവർത്തിയായ അക്ബർ വന്നുവിട്ടത്.
അക്ബർ രാജാവിന് കാശ്മീർ പിടിച്ചെടുക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടുത്തെ രാജാവായിരുന്ന യൂസഫ് ഷാ ചാക്കുമായിട്ട് സംസാരിച്ചു, അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി, അദ്ദേഹത്തെ തടങ്കലിൽ വെച്ചു. അങ്ങനെ ഹബ്ബ ഖാത്തൂണ് എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു. അവളുടെ ഭർത്താവും അവളുടെ രാജ്യവും സമാധാനവും എല്ലാം. അങ്ങനെ കാശ്മീരിൻ്റെ വാലികളിലും അങ്ങും ഇങ്ങുമൊക്കെ ആയിട്ട് വിരഹഗാനം പാടി അവൾ നടന്നു. അത് കഴിഞ്ഞ് ഹബ്ബ ഖാത്തൂൺ എഴുതുന്ന ഓരോ കവിതയ്ക്കും ഒരു വിരഹം ഉണ്ടായിരുന്നു, ഒരു വേദന ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഈ ഗുറസ് വാലിയിലും എത്തി. അവരെ അംഗീകരിച്ച ഗുറസ് വാലി, അല്ല അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയ ഗുറസ് വാലിയിലെ ആളുകൾ പിന്നീട് ഈ ബാക്കിൽ കാണുന്ന മലയ്ക്ക് ആ പേര് ഇട്ടു, ഹബ്ബ ഖാത്തൂൺ. ഗുറസ് വാലിയിൽ വരുന്നവർക്ക് ഈ ഒരു മലയുടെ കഥയറിയാമെങ്കിൽ ഒരു വിരഹത്തിൻ്റെ വേദനയോടെ മാത്രമേ ഇതിലേക്ക് നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ഗുറസ് വാലി. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഗുറസ് വാലിയും ഇവിടെയുള്ള വാലീസൊക്കെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ബ്യൂട്ടിഫുൾ ആണ്. വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടം വരെ എത്താനൊക്കെ കുറച്ച് ചലഞ്ചിങ് ആണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ പ്രകൃതിയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ പ്രകൃതിയെ കാണണം എന്നുള്ളൊരു സംഭവമാണെങ്കിൽ ശരിക്കും ഇത് ഒരു സ്വർഗം തന്നെയാണ്. സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയുന്നില്ലേ നമ്മൾ പൊതുവെ കാശ്മീരിനെ, അത് ശരിക്കും നമ്മൾ റിയലായിട്ട് ഫീൽ ചെയ്യും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ആ പോയ വഴികളും നമ്മൾ കണ്ട ഗ്രാമങ്ങളും ഇവിടുത്തെ ആളുകളൊക്കെ ആ ഒരു രീതിയിലാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ കാശ്മീർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഗുറേസ് വാലിയും ഇതിനടുത്തുള്ള വാലികളും ഒക്കെ നിങ്ങൾ മിസ്സാക്കരുത്. ഇതൊരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. ബൈ.